ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഷാറുഖ് ഖാന്റെ ഡങ്കി എന്ന സിനിമയാണ്. ചിത്രം ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഷാറുഖ് ഖാന്റെ ഈ വർഷത്തിലെ മൂന്നാമത്തെ സിനിമയാണ്. രാജകുമാർ ഹിറാനിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഷാറുഖ് ഖാൻ, വിക്കി കൗശൽ, തപ്സി പന്നു എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരള കളക്ഷൻ നാം പ്രതീക്ഷിച്ച റേഞ്ചിലാണെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ് എന്നാണ് നിരാശപൂർവ്വം ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 58 ലക്ഷമാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എങ്കിൽ 58 കോടിയാണ് ആദ്യ ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് FT കളക്ഷൻ. ഈ ജോണർ വെച്ച് നോക്കുമ്പോൾ ഇത് മികച്ച കളക്ഷൻ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഷാറുഖ് ഖാന്റെ സ്റ്റാർഡവും അതോടൊപ്പം തന്നെ ഈ വർഷത്തിൽ അദ്ദേഹത്തിന്റെ മുൻ സിനിമകളുടെ പ്രകടനമെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഡങ്കി 100 കോടി നേടിയെടുക്കണമെന്ന് നാം പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു 70-90 കോടി റേഞ്ചിലെല്ലാം തന്നെ കളക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആ റേഞ്ചിലേക്ക് സോളോ റിലീസ് ആയിരുന്നിട്ട് പോലും ഇന്നലെ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ജവാന്റെ FT കളക്ഷൻ പകുതിയിൽ താഴെയാണ് ഡങ്കിയുടെ FT കളക്ഷൻ എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. എന്തായാലും സിനിമ എത്രത്തോളം വലിയൊരു തരംഗം അടുത്ത ദിവസങ്ങളിൽ സൃഷ്ടിക്കും എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. സിനിമയ്ക്ക് ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ലൊക്കേഷനുകളിലൊക്കെ ചിത്രീകരിച്ച സിനിമ കൂടിയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ഡങ്കി. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. മോളിവുഡിൽ ഈ വർഷത്തിലെ വമ്പൻ വിജയം, അതും വേറെ ലെവൽ വിജയം നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ് ലാലേട്ടന്റെ നേര് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ചിത്രത്തിന്റെ ബഡ്ജറ്റ്, സിനിമയുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്, എത്ര കോടി നേടിയെടുക്കണം സിനിമ വിജയിക്കാനായിട്ട് തുടങ്ങിയ റിപ്പോർട്ടുകളിലേക്കാണ് വരുന്നത്. സിനിമയുടെ നിലവിലൊരു പോസിറ്റീവ് റിപ്പോർട്ട് എന്നാൽ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി മുതൽ സിനിമയ്ക്ക് കൂടുതൽ എക്സ്ട്രാ സ്ക്രീൻസ് എല്ലാം തന്നെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും അത് സിനിമയുടെ കളക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിത്രത്തിന്റെ മറ്റൊരു പോസിറ്റീവ് വാർത്ത എന്തെന്നാൽ നേര് എന്ന സിനിമയ്ക്ക് ഇന്നോ നാളെ ശനിയാഴ്ചയോ അതല്ലെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ചയോ അല്ല, മറിച്ച് ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ാം തീയതി കൊച്ചിയിൽ ഫാസ്റ്റ് ഫിലിംഗ് ഷോസ് കാണിക്കുന്നു. അതും 100-200 ടിക്കറ്റ് നിരക്കുള്ള തിയേറ്ററുകളിലെല്ലാം, മറിച്ച് 500-600 രൂപ ടിക്കറ്റ് നിരക്കുള്ള PVR, ലുലു, ഗോൾഡ് തിയേറ്ററുകളിലെല്ലാം തന്നെയാണ് ഈ കാണുന്ന ഫാസ്റ്റ് ഫിലിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരിന്റെ ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ മുൻപൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ 5-10 കോടി റേഞ്ചിൽ തന്നെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഇനി 10 കോടി ആണെങ്കിൽ തന്നെ 20 കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. അതെന്തായാലും നേടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വരുന്ന ഞായറാഴ്ചയോടെ 20 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത് നിസ്സാരമായിട്ട് സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു പോകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഉറ്റുനോക്കുന്നത് നേര് എന്ന സിനിമയുടെ അതിനുമപ്പുറമുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏത് ലെവലിലേക്ക് പോയി എത്തുമെന്ന് അറിയാനായിട്ടാണ്. നിങ്ങൾ പ്രേക്ഷകരുടെ നിലവിലെ പ്രഡിക്ഷൻസ് എല്ലാം തന്നെ എത്ര കോടിയാണ്? കാത്തിരിക്കൂ നേര് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.